നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യഭാമയേക്കാൾ വളരുമെന്നും പറഞ്ഞ് ഇറങ്ങിയതല്ലടാ നീ ഇവിടുന്ന്. എന്നിട്ട് വളർന്ന് പന്തലിച്ച് പൂവിട്ടതായിട്ടൊന്നും കാണുന്നില്ലല്ലോ. സത്യഭാമയുടെ തണലിൽ നിന്നപ്പോ വാങ്ങിച്ചതല്ലാതെ ഒരു ഷർട്ടെങ്കിലും ഉണ്ടോടാ നിനക്ക്? ഭാമേ, സത്യഭാമയുടെ മകനായിട്ടല്ല ഈ പടി ചവിട്ടിയത്. അങ്ങനെ വരാൻ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ മറ്റെല്ലാരും വരുന്ന കാര്യത്തിന് തന്നെയാ. ഇവിടെ പലിശയ്ക്ക് പണം കൊടുക്കാറുണ്ടെന്ന് കേട്ടു. ഈ ആധാരം വെച്ചിട്ട് 2.5 ലക്ഷം രൂപ തരണം. തരണോന്നൊക്കെ പറയാൻ നീ എന്താ ഇവിടെ പണം എടുത്തു വെച്ചിട്ടുണ്ടോ? അതേ, ചോദിക്കുന്ന പലിശ എന്നിട്ട് ആധാരം തിരിച്ചെടുക്കുന്നേ. അതുകൊണ്ട് കൈ കെട്ടി കുനിഞ്ഞു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അപ്പോഴത്തെ കാര്യമല്ലേടാ. നിനക്ക് തരാൻ ഇവിടെ പണം ഇല്ലെങ്കിലോ? ഓ, ഇവൾക്ക് കുറച്ച് പണം കൊടുത്ത് സഹായിക്കാൻ ശ്രമിച്ചിരുന്നു ഞാൻ. അത് നിന്നെ ഇവളെ ഓർത്തിട്ടൊന്നും അല്ല, ഇവളുടെ ഒക്കത്തിരിക്കുന്ന ഈ കുഞ്ഞിനെ ഓർത്തിട്ടാ. അന്നിവള് പറഞ്ഞത് എന്താണെന്നറിയോ? ഇവളുടെ ഭർത്താവിന് അധ്വാനിക്കാനുള്ള കരുത്തും മനസ്സും ഒക്കെ ഉണ്ടെന്ന്. അതൊക്കെ ഇപ്പൊ അറബിക്കടലിൽ പോയോടാ. അന്ന് ഇവിടുന്ന് ഇറങ്ങിയതല്ലേ ഉള്ള ആന്റി. പട്ടിണിയുടെ ശരിക്കുള്ള രുചി എന്താന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. ആധാരം എടുക്കണമെന്നില്ല ആന്റി, കൊടുത്തേക്ക് വല്ല 10-100. സുസ്മിതേ, നീ റെഡി ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ? പണം കൊടുക്കണോ വേണ്ടെന്നേ ഭാമ തീരുമാനിക്കും. സുസ്മിത പറഞ്ഞതന്നെ എന്റെ തീരുമാനം. ഇവന് കൊടുക്കാൻ എന്റെ പണമൊന്നുമില്ല. ഉറപ്പാണല്ലോ അല്ലേ മോനെ? ഞാൻ വേണ്ടച്ചാ, ആരുടെയും സഹായം വേണ്ട. അച്ഛന്റെ കയ്യിൽ നിന്ന് അത് വേണ്ടെന്ന് പറയാൻ സങ്കടമുണ്ട് മോനെ. ഇത് ഞാനും എന്റെ ശാലിനി ഒരുമിച്ചെടുത്ത തീരുമാനമാ. ഇവരുടെ അടുത്ത് വന്നതേ മകനായിട്ടല്ല, പലിശയ്ക്ക് പണം വാങ്ങിക്കാനുള്ള ഒരു സാധാരണക്കാരൻ മാത്രമാണ് ഞാൻ. ഔദാര്യം ഒന്നും പ്രതീക്ഷിച്ചിട്ടുമില്ല. ശാലിനിയുടെ ഭർത്താവിന്റെ അധ്വാനിക്കാനുള്ള കരുത്തും മനസ്സ് അറബിക്കടലിൽ പോയിട്ടുമില്ല. വാ ശാലിനി. അതെ, കുഞ്ഞിനെ വേണമെങ്കിൽ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോവാം. ഭാമാന്റിയുടെ കൊച്ചുമോളല്ലേ. പട്ടിണിക്കിട്ട് ഭാമാന്റിക്കൂടെ വെറുതെ ചീത്തപ്പേരുണ്ടാക്കണ്ട. സുസ്മിതേ, ശാലിനിയും വിഷ്ണുവേട്ടനും പട്ടിണി കിടന്ന് ചത്തതിനു ശേഷമേ ഈ കുഞ്ഞ് എന്തെങ്കിലും ഒന്നിന്റെ കുറവറിയൂ. നീ പോയി വിഷ്ണുവേട്ടന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അടുക്കളപ്പുറത്തിരിക്കുന്ന എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് മിണ്ടാതിരിക്കേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.